ഹേ ഫ്രണ്ട്സ്, വെൽക്കം ടു കുക്സ് ആപ്പ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ചില്ലി ചീസ് പോപ്പേഴ്സ് ആണ് കേട്ടോ. നമ്മുടെ ബജ്ജി മുളക് വെച്ച് ഉണ്ടാക്കുന്ന ഒരു പ്രത്യേകതരം ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ആദ്യം നമ്മുടെ നീളനായിട്ടുള്ള ബജ്ജി മുളക് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഇടയ്ക്കേ കിട്ടാറുള്ളൂ, എപ്പോഴും കിട്ടാറില്ല. നീളനായിട്ടുള്ളതാണ് എനിക്കിഷ്ടം. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ഉണ്ട മുളക് വെച്ചിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ എന്താ ചെയ്യാൻ വെച്ചാൽ നമ്മളിങ്ങനെ നടുവേ കൂടെ അത് കീറിയിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ആ കുരു ഉണ്ടല്ലോ, സീഡ്സ്, അത് നമ്മൾ എടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ നടുവേ ഇങ്ങനെ കീറിയിട്ട് ആ ഉള്ളിലുള്ള സീഡ്സ് ഉണ്ടല്ലോ അതിങ്ങനെ ഉള്ളിൽ നിന്ന് തോണ്ടിയെടുക്കുക. ഇതിൽ കാര്യമൊന്നുമില്ല, എന്നാലും നമുക്ക് ഉള്ളത് അങ്ങോട്ട് തോണ്ടിയെടുക്കാം. ഫുൾ രണ്ട് സൈഡും കീറേണ്ട ആവശ്യമില്ല കേട്ടോ, കാരണം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഫില്ലിങ് വെക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കീറിയിട്ട് നമുക്ക് ഏകദേശം ഉള്ളിൽ സീഡ്സൊക്കെ ഉള്ളത്, നല്ലോണം സീഡ്സ് ഉള്ളതെടുത്ത് കളയാം. കാരണം ആ കുരു കാരണമാണ് ഇതിന് എരിവ് വരിക. അപ്പോൾ നല്ലോണം കുരു ഉണ്ടെങ്കിൽ അത് എടുത്ത് കളയുക. അപ്പോൾ ഇതിൽ കുറച്ചുണ്ട്, അപ്പോൾ ഇതിങ്ങനെ തോണ്ടിക്കളയുക. ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ച് ഇങ്ങനെ തോണ്ടിക്കളയുക. അങ്ങനെ നമ്മൾ നമ്മുടെ എല്ലാ മുളകും ഇങ്ങനെ ഇതാക്കി വെക്കുക, റെഡിയാക്കി വെക്കുക. ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഫില്ലിംഗ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഈ ബജ്ജി മുളകിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ഫില്ലിംഗ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ അമുലിൻ്റെ ചീസ് സ്ലൈസസ് ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ചീസ്, പ്രോസസ്ഡ് ചീസ് ഏത് വേണമെങ്കിലും എടുക്കാം, അല്ല ഇനി മൊസറല്ല ലൂച്ച് അതും എടുക്കാം, കുഴപ്പമില്ല. ഞാനിപ്പോൾ എന്താ ചെയ്തിട്ടുള്ളത് വെച്ചാൽ ഞാൻ ഓൾമോസ്റ്റ് ഒരു 3 ഇതെടുത്തിട്ടുള്ളത്. ഒരു 5 എണ്ണത്തിനൊക്കെ 3 എണ്ണം വേണ്ടി വരും. അപ്പോൾ 3 ചീസ് സ്ലൈസസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഡോമിനോസ് എന്നൊക്കെ കിട്ടണം ഒരേഗാനോ സീസണിങ്. ഇപ്പോൾ കടയിലൊന്നും അത്ര വേഗം കിട്ടുന്നില്ല. അപ്പോൾ ഒരേഗാനോ സീസണിങ് നിങ്ങൾക്ക് ഇല്ല വെച്ചാൽ നിങ്ങൾക്ക് വീട്ടിലുള്ള കസൂരി മേത്തിയോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ അതില്ല വെച്ചാൽ അറ്റ്ലീസ്റ്റ് മല്ലിയിലെങ്കിലും ഉപയോഗിക്കാം. ഒരു സീസണിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിന്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചീസ് സ്ലൈസസൊക്കെ ഞാൻ പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ സ്ലൈസ്ഡ് ചീസല്ല കിട്ടിയത്, ക്യൂബാണെങ്കിൽ അതൊന്ന് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനൊന്ന് മുറിച്ചെടുക്കുകയാണേ, ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുക്കുക. കാരണം നമ്മൾ ഉള്ളിൽ ഫില്ല് ചെയ്ത് വരുമ്പോൾ ചീസ് അലിഞ്ഞ് വരുമ്പോൾ കറക്റ്റ് ആയിക്കോളും. ജസ്റ്റ് ഒന്ന് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാനുള്ള എളുപ്പത്തിന് ചെറിയ പീസസ് ആക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കുക. പൊടിഞ്ഞോളും, അത് തണുപ്പുണ്ടെങ്കിൽ വേഗം പൊടിഞ്ഞ് കിട്ടിക്കോളും. ഇനി അടുത്തത് ഞാൻ എൻ്റെ ഒരേഗാനോ സീസണിങ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരേഗാനോ അല്ലെങ്കിൽ ബേസിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, മല്ലിയില, കരിവേപ്പില വേണ്ടാന്ന് എൻ്റെ അഭിപ്രായം. മല്ലിയില വേണമെങ്കിൽ ഇടാം, കസൂരി മേത്തി വേണമെങ്കിൽ ഇടാം. ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റിയത് ലൈക്ക് ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം ഉള്ളിലത്തെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് കേട്ടോ. വേണമെങ്കിൽ ഒരു സ്പൂൺ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി എരിവ്, ഇതൊക്കെ ബജ്ജി മുളകിന് ആവശ്യത്തിന് എരിവുണ്ടാവും. ഇനിയല്ല നിങ്ങൾക്ക് നല്ലോണം എരിവ് വേണമെങ്കിൽ കുറച്ച് പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിതിൻ്റെ ബജ്ജി മുളകിൻ്റെ ഉള്ളിലേക്ക് ഞാനിത് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ കുറച്ചെണ്ണം ഫില്ല് ചെയ്ത് കാണിച്ചു തരാം. ഇതിൻ്റെ നമ്മുടെ കീറി വെച്ചിട്ടുള്ള ബജ്ജി മുളകിൻ്റെ ഉള്ളിലേക്ക് ഒരു ചെറിയൊരു സൈസ് എടുക്കുക. ഒരു നാരങ്ങയുടെ വലിപ്പത്തിലൊന്നും വേണ്ട, എന്നാലും ഏകദേശം ആ സൈസ് എടുത്തിട്ട് നമ്മുടെ ബജ്ജി മുളകിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുക. കാരണം പൊട്ടരുതല്ലോ. അപ്പോൾ മുകളിൽ മുതൽ താഴെ വരെ ഇങ്ങനെ നിറച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് സൈഡൊന്ന് തുടച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ എല്ലാ ബജ്ജി മുളകും ഫില്ല് ചെയ്തെടുക്കുക. അങ്ങനെ ഞാൻ എൻ്റെ എല്ലാ ബജ്ജി മുളകും ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതിൻ്റെ പുറത്തുള്ള ഒരു ഔട്ടർ കവറിങ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ബൗൾ എടുത്തിരിക്കുകയാണ്. ഒരു കുറച്ച് പരന്ന ബൗൾ, നമ്മുടെ ബജ്ജി മുളക് നമുക്ക് മുക്കിയെടുക്കാൻ പറ്റുന്ന സൈസിലുള്ളൊരു ബൗൾ ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് സാധനങ്ങളാണ് ആഡ് ചെയ്ത് കൊടുക്കണേ. മെയിനായിട്ട് ഇതിൻ്റെ ഔട്ടർ കവറിങ് ഉണ്ടാക്കാൻ വേണ്ടി മുട്ട കഴിക്കുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ എഗ് വൈറ്റ് ഉപയോഗിക്കാം. ഇപ്പോൾ ഞാനിതിൽ ഉപയോഗിക്കുന്നത് കോൺഫ്ലവർ ആണ്. ഇനി കോൺഫ്ലവർ ഇല്ലാത്തവർ മൈദ ഉപയോഗിക്കാം. മൈദ ഇല്ലാത്തവർ പിന്നെ വേണമെങ്കിൽ ഗോതമ്പ് പൊടി ഉപയോഗിക്കാം. പക്ഷേ ഈ ഗോതമ്പ് പൊടി ഉപയോഗിക്കണോണ്ടുള്ള ഹെൽത്തിയർ ഓപ്ഷനാണിത്. ഈ കോൺഫ്ലവറിൻ്റെയും മൈദയുടെ ഒക്കെ പ്രത്യേകത എന്താ വെച്ചാൽ അതിൽ സ്റ്റാർച്ച് കണ്ടൻറ്റ് കൂടുതലാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ ക്രിസ്പിനെസ് വരുന്നത്. എന്നിട്ട് നമ്മളതിൻ്റെ ഒരു കുറച്ച് തിക്കായിട്ടുള്ളൊരു സ്ലറി, ഭയങ്കര തിക്ക് വേണ്ട, കുറച്ചൊന്നൊരു ആവശ്യത്തിന് ഒരു 2-3 സ്പൂൺ ആദ്യം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതനുസരിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു കുറച്ച് തിക്കായിട്ടുള്ള നമ്മുടെ പുറത്ത് കോട്ടിങ്ങിൽ നമ്മുടെ ബ്രെഡ് ക്രംസ് പിടിക്കണം. അപ്പോൾ അതിന് മാത്രമല്ല തിക്നെസ് അതിന് വേണം. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ലറി ഉണ്ടാക്കിയെടുക്കുക, കോൺഫ്ലവർ സ്ലറി.
നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഓക്കെ, നമുക്ക് നല്ലൊരു ഇത് ഭയങ്കര തിക്കായിട്ടുണ്ട്, കുറച്ചും കൂടെ നമുക്കൊന്ന് തിന്നാക്കണം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് ഒന്നും കൂടെ തിന്നാക്കി എടുക്കാനുണ്ട്. മെല്ലെ മെല്ലെ ആക്കി എടുത്താൽ മതി, കാരണം അതല്ലെങ്കിൽ ഭയങ്കര തിക്കായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര തിന്നായിട്ടുള്ള സ്ലറിയൊക്കെ ആകും. അപ്പം മെല്ലെ മെല്ലെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ല ലംസ് ഇല്ലാത്തൊരു കോൺഫ്ലവർ സ്ലറി വേണം ഉണ്ടാക്കിയെടുക്കാൻ. ഇനി നമ്മൾ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണേ. ഉപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്താൽ മതി, കുറേ ഒന്നും വേണ്ട. നമുക്ക് ആ ഔട്ടർ കവറിങ്ങിന് ആവശ്യത്തിനുള്ള ഉപ്പ് വേണം. പിന്നെ നമ്മളെടുക്കുന്ന പ്രോസസ്ഡ് ചീസ് ഉണ്ടല്ലോ, അതിൽ മോസ്റ്റ്ലി അതിനൊരു ഉപ്പ് ഉണ്ടാവും, ഒരു ഉപ്പ് രസം ഉണ്ടാവും അതിന്. അപ്പോൾ അതുകൊണ്ട് ഉള്ളിലത്തെ ഫില്ലിങ്ങിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി ഉപ്പ് പോരാന്ന് തോന്നുകയാണെങ്കിൽ ആ ഫില്ലിങ്ങിലും നിങ്ങൾക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തത് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ്. ഒരു നുള്ള ബേക്കിംഗ് സോഡയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഈ ബേക്കിംഗ് സോഡയുടെ ഗുണം എന്താ വെച്ചാൽ അത് നമ്മുടെ ഔട്ടർ കവറിങ്ങിനെ നമുക്ക് കുറച്ച് നേരം ക്രിസ്പി ആക്കി വെക്കാൻ സഹായിക്കും. അപ്പോൾ ഞാൻ ഇപ്പോൾ അതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ബേക്കിംഗ് സോഡയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ പരുവത്തിലുള്ളൊരു സ്ലറിയാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ എന്താ പോകണമെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ള ബജ്ജി മുളകിൻ്റെ മേലെ കൂടെ നമ്മളൊരു കുറച്ച് മൈദ അല്ലെങ്കിൽ കോൺസ്റ്റാച്ച് വെതറി കൊടുക്കാൻ പോവുകയാണ്. റീസൺ എന്താ വെച്ചാൽ നമ്മുടെ ഈ ബജ്ജി മുളകിൻ്റെ മേലെ നമ്മുടെ ഈ കോൺഫ്ലവർ പിടിച്ച് നിൽക്കണമെങ്കിൽ ഈ മൈദയുടെ കോട്ടിങ് ആവശ്യമുണ്ട്. അതല്ലെങ്കിലാണ് നമ്മൾ ഈ ചിലപ്പോൾ നിങ്ങൾ ചില്ലി ഗോബി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഇങ്ങനെ പിരിഞ്ഞ് വരുന്നുണ്ടല്ലേ, പറഞ്ഞാൽ അതിൻ്റെ മേലെ പിടിക്കാത്ത പോലെ തോന്നും നമുക്ക് മാവ്. അതിൻ്റെ റീസൺ അതിൻ്റെ മേലെ ഈ ഇതിൻ്റെ കോട്ടിങ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ എപ്പോഴും നിങ്ങൾ ചില്ലി ഗോബി ഉണ്ടാക്കുക അല്ലെങ്കിൽ സാദാ ബജ്ജി ഉണ്ടാക്കുകയാണെങ്കിലും അതിൻ്റെ മേലെ കൂടെ കുറച്ചിങ്ങനെ നമ്മുടെ കടലമാവോ അല്ലെങ്കിൽ ഈ മൈദയോ കോൺഫ്ലവറോ എന്തെങ്കിലും വെതറി നോക്കി ഉണ്ടാക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പിടിച്ച് നിൽക്കും. ഈ ഇങ്ങനെ പിരിഞ്ഞ് വരുന്ന പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു കോട്ടിങ് കൊടുക്കണം. ജസ്റ്റ് ഒന്ന് ഫുള്ളൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക. മെയിനായിട്ടുള്ള ഭാഗം ഒന്ന് നന്നായിട്ട് മൈദ വെച്ചോ അല്ലെങ്കിൽ ആട്ടയോ അല്ലെങ്കിൽ കോൺസ്റ്റാച്ചോ അങ്ങനെ എന്തെങ്കിലും വെച്ചൊന്ന് കറക്റ്റായിട്ടൊന്ന് എല്ലാ സ്ഥലത്തും ഇതാവണ രീതിയിൽ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഞാനൊരു പ്ലേറ്റിൽ സൈഡിൽ നമ്മുടെ റസ്ക് പൊടി അല്ലെങ്കിൽ നമ്മുടെ ബ്രെഡ് ക്രംസ് എന്നൊക്കെ പറയും, റസ്ക് പൊടി തന്നെയാണ് ശരിക്കും സംഭവം. നിങ്ങൾക്ക് വീട്ടിൽ റസ്ക് ഉണ്ടെങ്കിൽ അത് മിക്സിയിലിട്ട് 2 വട്ടം കറക്കിയെടുത്താൽ നമുക്കുള്ള ബ്രെഡ് ക്രംസ് കിട്ടി. അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബജ്ജി മുളക് ഉണ്ടല്ലോ, അത് ഞാൻ നമ്മുടെ കോൺഫ്ലവറിൽ മുക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ടൊരു കോട്ടിങ് ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ ശ്രദ്ധിച്ച് നമ്മുടെ ആ അറ്റം മാത്രം ഇങ്ങനെ പിടിച്ച് മെല്ലെ ഒരു നന്നായിട്ടുള്ളൊരു കോട്ടിങ് ഉണ്ടാക്കിയിട്ട് നമുക്ക് നമ്മുടെ ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കാം. ഇനി നിങ്ങൾക്കിപ്പോൾ സപ്പോസ് എരിവ് പോരാന്നൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കോൺഫ്ലവർ സ്ലറിയിൽ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ആ ഔട്ടർ കവറിങ്ങിന് എന്തെങ്കിലും ഒരു ഫ്ലേവറിങ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ കവറിങ് ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ബജ്ജി മുളകിൻ്റെ ഒരു ഭാഗം ഞാൻ കണ്ടു നന്നായി കോട്ടഡായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമുക്ക് ബാക്കിയെല്ലാം ഉണ്ടാക്കിയെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അഥവാ അത് ആവണില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒരു സ്പൂൺ എടുത്തിട്ട് വേണമെങ്കിൽ പരത്തി കൊടുക്കാം കേട്ടോ. ഞാനിവിടെ സർക്കസ് കാണിക്കാൻ ഫില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അത് ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഈ ഫില്ലിങ് ചെയ്യുമ്പോണ്ടല്ലോ അത് ഭയങ്കരമായി കീറി കൊടുക്കരുത് കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഫില്ലിങ് അടക്കം പുറത്തേക്ക് വരും. അപ്പോൾ ചെറിയൊരു കീറൽ കൊടുത്ത് അതിൻ്റെ ഉള്ളിൽ പരമാവധി ഫില്ലിങ് നിറയ്ക്കാൻ നോക്കുക. ഇങ്ങനെ ഒരു വിരൽ കൊണ്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ നോക്കുക. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമുക്ക് ബാക്കിയുള്ള ബ്രെഡ് ക്രംസ് ഇങ്ങനെ കട്ട പിടിക്കില്ല. അപ്പോൾ എൻ്റെ കുറച്ചൊക്കെ കട്ട പിടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഏകദേശമൊക്കെ ഇങ്ങനെ കോട്ടഡായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കോട്ടഡായി, രണ്ടാമത്തത് കോട്ടഡായി മാറ്റി വയ്ക്കുക. നമ്മൾ ബാക്കിയെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമ്മൾ വറക്കാൻ പോവാണ്. അപ്പോൾ എണ്ണയിലിട്ടിട്ട് ഞാൻ വറുത്തെടുക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെയാണ് നമ്മുടെ സൂപ്പറായിട്ടുള്ള ബജ്ജി മുളക്. അപ്പോൾ ഞാനിനി ഇതിങ്ങനെ നിങ്ങൾ കേൾക്കണമല്ലോ അല്ലേ, ശബ്ദം നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഞാൻ കത്തിച്ചൊക്കെ മുറിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷേ പുറം ഭാഗം നല്ല ക്രിസ്പി ആയതുകൊണ്ട് കണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിച്ച് കാണിച്ചു തരാം.
അപ്പം നല്ല ക്രിസ്പി ആയിട്ടുള്ള ബജ്ജി മുളകാണ് ഇപ്പോൾ നമ്മൾ ചീസ് പോപ്പേഴ്സാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് താഴെ കമൻറ്റ്സ് എഴുതാൻ മറക്കരുത്. ചക്ക വരട്ടി അടുത്ത റെസിപ്പി ആയിട്ട് ഞാൻ പിന്നെ വരാം. ബൈ.